ആലപ്പുഴ കളർക്കോട് അങ്ങേയറ്റം ദാരുണമായ ഒരു അപകടമുണ്ടായിരിക്കുന്നു. 4 വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. 7 സീറ്റർ കാർ KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചാണ് ദാരുണമായ അപകടമുണ്ടായത്. കാറിൽ ഉണ്ടായിരുന്നത് 7 പേരാണ്. ഇതിൽ 3 പേർ ഗുരുതര പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലാണ്. അവരെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ജനപ്രതിനിധികളടക്കം നമ്മോട് പറയുന്നത്. എന്തായാലും അത്യന്തം ദുഃഖകരമായ സങ്കടകരമായ വാർത്തയാണ് രാത്രി വൈകി ആലപ്പുഴ ഈ കളർക്കോട് എന്ന് വരുന്നത്. മനീഷ്, 4 പേർ മരിച്ചിരിക്കുന്നു എന്ന് അത്യന്തം സങ്കടകരമായ വാർത്ത CH സലാം MLA അടക്കം പറയുന്നു. 3 പേരുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവരൊക്കെ പുറത്ത് വരട്ടെ, അവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ നടക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? സുഹേൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ അപകടമായിരുന്നു. അതായത് KSRTC ബസ്സിലേക്ക് കാറ് ചെന്ന് ഇടിക്കുകയായിരുന്നു. വലിയ മഴയുണ്ടായിരുന്നു. ആ സമയത്ത് സ്കിഡ് ചെയ്താണ് ഈ കാറ് ചെന്ന് ഇടിക്കുകയുണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു 5 പേർ, ഈ കാറിലുണ്ടായിരുന്ന 5 പേർ മരിച്ചു എന്നാണ്. 7 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം ഈ കാറിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് കാർ ഓടിച്ചിരുന്ന വ്യക്തിയായിരുന്നു. നമുക്ക് ഒന്നുകൂടി നേരത്തെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ ഒരാളുടെ കാര്യങ്ങളിൽ അയാൾ പറയുന്ന കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ ചെല്ലാം. ചേട്ടാ, ഈ നിലവിൽ ഇപ്പൊ 5 പേർക്ക് മരണം ഉണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വണ്ടി കാണുമ്പോൾ അറിയാമല്ലോ, വണ്ടി ഇടിച്ച് മൊത്തം ജാമായി പോയി. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ എടുക്കുമ്പോഴേക്കും 5 പേർക്ക് ശരിക്കും പറഞ്ഞാൽ ബോധമില്ല. ആ ഫ്രണ്ടിൽ ഇരുന്ന 2 പേര് ആ സ്പോട്ടിൽ തന്നെ മരിച്ചെന്നാണ് പറയുന്നത്. ബാക്കിലുള്ള 2 കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ബോധം. ഇവര് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡ്രൈവർക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ഡ്രൈവർക്ക് വലിയ കുഴപ്പമില്ല. വണ്ടി ജാമായിരിക്കായിരുന്നു. നമ്മൾ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്താണ് പുള്ളിയെ പുറത്തെടുത്ത്. അപ്പോൾ ഈ ബസ്സും കാറും കൂടെ ജാമായി ലോക്കായി കിടക്കുകയായിരുന്നു. പിന്നെ ബസ് ഞാൻ തന്നെ അതിൻ്റെ ബസ് കയറി ന്യൂട്രലാക്കിയിട്ട് നാട്ടുകാരും ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ തള്ളി ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് ഓരോ കുട്ടികളെയും പുറത്തോട്ട് എടുത്തത്. ആ സമയത്ത് തന്നെ ഫയർഫോഴ്സ് വന്ന് അവരും കൂടെ വന്നുകൊണ്ട് മാത്രം ഇത്രയും പെട്ടെന്ന് ആ കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി. പക്ഷേ ഈ അപകടം ഉണ്ടായി എങ്ങനെയാണെന്നുള്ള അതൊന്നും അറിയത്തില്ല. നമ്മൾ വീട്ടിൽ ശബ്ദം കേട്ടപ്പോൾ മോളെ വിളിച്ച് പറഞ്ഞ് ഭയങ്കര ശബ്ദമായിരുന്നു. ഇവരൊക്കെ ഇവിടുന്ന് നേർക്ക് നേരെ ഇരിക്കുകയായിരുന്നു. ഇവിടുന്ന് അടുത്ത് വീടിന്റെ അവിടം വരെ ഇരവൂർ ക്ഷേത്രത്തിന്റെ അവിടം വരെ ശബ്ദം കേട്ടായിരുന്നു. അങ്ങനെ കൂടി എത്തിയതാ. വെട്ടിപ്പൊളിക്കാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. ഫയർഫോഴ്സ് ആണ് ശരിക്കും കഷ്ടപ്പെട്ടത്. അവർ ആ ടൈമിന് വന്നതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാൻ പറ്റി. വണ്ടിയിൽ 7 പേരുണ്ടായിരുന്നെന്നാണ് അറിയുന്നത് വരുമ്പോഴത്തേക്ക്. KSRTC ബസ്സിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കുണ്ടായോ? ഒരു കുട്ടിക്ക് പല്ല് പോയിട്ടുണ്ട്. പിന്നെ വണ്ടി ആക്സിഡന്റ് ആയപ്പോൾ തന്നെ തെരച്ച് കാറിന്റെ മേലോട്ടാണ് വീണെന്നാണ് പറയുന്നത്. ആ കുട്ടിക്ക് പരിക്കും, ബാക്കിയുള്ളവർക്ക് അത്ര പരിക്കില്ല. കണ്ടിട്ടില്ലെങ്കിലും ഈ വാഹനത്തിൽ എന്തെങ്കിലും അമിത വേഗത KSRTC ബസ്സിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അത് കാണാതെ നമ്മൾ പറയുന്നത് ശരിയില്ല. നമ്മൾ കണ്ടിട്ടില്ല. നല്ല മഴയായിരുന്നു ആ സമയത്ത്. നല്ല മഴ. അതെ സാറേ, അത് നമ്മൾ കാണുന്നില്ല. നമ്മൾ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞു. വൈറ്റിലെ നിന്നും കായംകുളത്തേക്ക് പോകായിരുന്നു. അതെ. അല്ല, വണ്ടി തിരിച്ച് കാറില് വണ്ടി കറങ്ങി KSRTC തെക്കോട്ട് പോകായിരുന്നു. കായംകുളം ഭാഗത്തേക്ക്. KSRTC ബസ്സിന് ദിശ തെറ്റിയിട്ടില്ല. നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. അറിയാതെ ഈ പോസ്റ്റിന്റെയും ഇടയ്ക്ക് ഇടയ്ക്ക് കാറ് കിടക്കുന്നു. കാറിന്റെ ഈ പോസ്റ്റ് ഇതിന്റെ ഇടയ്ക്ക് ജാമായി കിടക്കുകയായിരുന്നു കാറ്. ബസ് ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് പൊളിച്ച് നമ്മൾ ഓരോരോ പിള്ളേരും പുറത്തെടുക്കുമ്പോൾ തന്നെ 3 പേര് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി അനക്കം ഇല്ലായിരുന്നു. അതിൽ 2 കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ശരിക്കും ഒരല്പമെങ്കിലും ബോധമുള്ളൂ. ബാക്കി തീരെ അനക്കം ഇല്ലായിരുന്നു. കാര്യം കാറിന്റെ പകുതി സൈഡും ജാമായി പോയി. ഏറ്റവും പുറകിലെ ആ സീറ്റ് ഉണ്ടല്ലോ, ഏറ്റവും പുറകിലെ 2 സീറ്റില്ല, ആ സീറ്റ് ഇരുന്ന് 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ലാതെ ഇരുന്നു. എൻ്റെ പേര് സജു. എന്റെ വീട് തൊട്ടടുത്ത് തന്നെ. ബാക്കിലുള്ളവർക്ക് പ്രശ്നമില്ല. ബാക്കിലുള്ള 2 കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ വലിയ കുഴപ്പമില്ലാത്ത. ബാക്കി അടിക്കല്ലേ